താമരശ്ശേരി ഷഹബാസ് വധക്കേസിലെ കുറ്റാരോപിതരായ 2 പേർ അഡ്മിഷൻ നേടിയ ഈങ്ങാപ്പുഴ MGM-HSSലേക്ക് യുവമോർച്ചയുടെ പ്രതിഷേധം നടക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. അനുവദിക്കുകയില്ല ഞങ്ങൾ. ആരിത് പറയുന്നറിയാമോ? ചോരച്ചാലുകൾ നീന്തിക്കേറിയ യുവമോർച്ചയുടെ പട്ടാളം, MGM അധ്യാപകരെ, ഒന്നോർത്തോളം സൂക്ഷിച്ചോളൂ. കാറ്റ് വിതച്ചു കൊടുങ്കാറ്റായാൽ പിന്നെ കുറ്റം പറയരുതേ. വിദ്യാർത്ഥിയെ നെഞ്ചക്കും വടിവാളും കൊണ്ട് അടിച്ചു കൊന്നൊരു കാപാലികരെ സംരക്ഷിക്കും മാനേജ്മെന്റ്. അനുവദിക്കുകയില്ല ഞങ്ങൾ. നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ? പാവപ്പെട്ടൊരു വിദ്യാർത്ഥിയെ
ഭാരതീയ ജനതാ യുവമോർച്ചയുടെ പ്രിയപ്പെട്ട പ്രവർത്തകരെ, നമുക്കറിയാം താമരശ്ശേരിയുടെ മനസാക്ഷിക്ക് വീണ ഏറ്റവും വലിയ കറയാണ് ഷഹബാസ് എന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ മരണമെന്നത്. അതിൻ്റെ ക്രിമിനലുകളായിട്ടുള്ള വിദ്യാർത്ഥികളെ ഇതേ സ്കൂളിൽ ഇവിടുത്തെ രക്ഷിതാക്കളുടെ മനസ്സിലെ മുറിവുകൾ ഉണങ്ങുന്നതിന് മുമ്പ് അതേ നാട്ടിലെ അതേ അവർ പഠിക്കുന്ന ഒരുപാട് സ്കൂളുകളുടെ ഉള്ളിൽ വീണ്ടും അഡ്മിഷൻ കൊടുത്തുകൊണ്ട് അധികാരി വർഗത്തിൻ്റെ ധാർഷ്ട്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇന്ന് യുവമോർച്ച MGM സ്കൂളിലേക്ക് നടത്തിയിട്ടുള്ള ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിട്ടുള്ളത് ആദരണീയനായ BJPയുടെ മണ്ഡലം പ്രസിഡന്റ് സെബാസ്റ്റ്യൻ മാസ്റ്ററാണ്. സെബാസ്റ്റ്യൻ മാസ്റ്ററെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ കുറച്ച് നാളുകളായി നമ്മുടെ ഈ സംസ്ഥാനത്ത് കണ്ടുവരുന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമുക്കറിയാം, ഓരോ കുട്ടിയുടെയും ഭാവി നിർണ്ണയിക്കുന്നതാണ് വിദ്യാഭ്യാസം എന്നുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഓരോ കുട്ടികളെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലേക്ക് വരുന്നത് അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ കുടുംബത്തിൻ്റെയും ഒരു ഡ്രീമാണ്, ഒരു സ്വപ്നമാണ് വിദ്യാഭ്യാസം നേടുക അല്ലെങ്കിൽ ആ കുടുംബത്തെ നയിക്കുക എന്നുള്ളത്. അങ്ങനെ കഴിഞ്ഞ നാളുകളായി നമ്മൾ കണ്ടു, വിദ്യാഭ്യാസം നേടി ആ കുടുംബത്തിൻ്റെ സ്വപ്നമായിരുന്ന ഒരു മകനെ, ആ കുടുംബത്തിൻ്റെ ഭാവിയായിരുന്ന, ആ കുടുംബത്തിൻ്റെ സ്വപ്നമായിരുന്ന ആ മകനെ കാവാലികളായ 3-4 പേര് ക്രിമിനൽസ് ആയിട്ടുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള കുട്ടികൾ ചേർന്ന് ആ നിഷ്കളങ്കമായ ആ കുട്ടീനെ കൊല ചെയ്തുകൊണ്ട് വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ ഇതാണോ ഈ സംസ്ഥാനത്ത് വിദ്യ പഠിപ്പിച്ചു കൊടുക്കുന്നത്, ഇതിലൂടെയാണോ ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസം കിട്ടുന്നതെന്നും നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസ രീതികളാണ് നമ്മുടെ സംസ്ഥാനത്ത് കണ്ടുവരുന്നത്. പ്രിയമുള്ളവരെ, ആ കൊല ചെയ്ത ആ കുറ്റവാളിക്ക് വിദ്യാഭ്യാസ കിട്ടുവാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ MGM സ്കൂളിൽ അവർക്ക് അനുവദനീയം കൊടുക്കുകയാണ് നമ്മൾ കണ്ടുവരുന്നത്. അതിന് ഉപരിയായിട്ട് അല്ലെങ്കിൽ അതിന് പ്രതിഷേധമായിട്ടാണ് നമ്മൾ ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. യുവമോർച്ചയുടെ നേതൃത്വത്തിൽ നമ്മളിവിടെ വന്നിരിക്കുന്നത്. നമ്മളതിനെ തീർച്ചയായിട്ടും നമ്മളതിനെ പ്രതിഷേധിക്കുന്നു. കാരണം വിദ്യാഭ്യാസം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്ന അതേ മാനേജ്മെൻറ്റ് തന്നെ കൊല ചെയ്ത അല്ലെങ്കിൽ കുറ്റവാളികളായ ക്രിമിനൽസായ 2 കുട്ടികൾക്ക് ഇവിടെ അഡ്മിഷൻ കൊടുത്ത് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ പ്രിയമുള്ളവരെ, ഇതിനെ നമ്മൾ നാട്ടുകാരെന്ന നിലയിൽ അല്ലെങ്കിൽ BJP ഭാരതീയ ജനതാ പാർട്ടി ഇതിനെ പൂർണ്ണമായിട്ടും പ്രതിഷേധിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മെസ്സേജാണ് മറ്റു കുട്ടികൾക്ക് കൊടുക്കുന്നത്? അഭ്യസിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ നമ്മുടെ ഭാരതീയ സംസ്കാരം അനുസരിച്ച് ഇതൊരു വിദ്യ അഭ്യസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വിദ്യ കൊടുക്കുക, അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നന്മ പറഞ്ഞു കൊടുക്കുന്ന ഒരു കേന്ദ്രമാണ്. അപ്പോൾ ആ നന്മ പറഞ്ഞു കൊടുക്കുന്നതിൽ അവിടെ ഒരു വിഷം കലർത്തിക്കൊണ്ട് ഇങ്ങനെ കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കുന്ന അല്ലെങ്കിൽ കൊലപാതകളായ കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുത്തുകൊണ്ട് ഇതൊരു തെറ്റായ ഒരു മെസ്സേജാണ് സമൂഹത്തിന് നൽകുന്നതെന്ന് ഇവിടെ പ്രഖ്യാപിക്കുന്നു. അതോടൊപ്പം ഞാൻ നമ്മുടെ മണ്ഡലം ജനറൽ സെക്രട്ടറിയായ ശ്രീ അനന്തൻ നാരായൺ സാറിനെ വളരെ സ്നേഹത്തോടുകൂടി 2 വാക്ക് സംസാരിക്കാനായിട്ട് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട നമ്മുടെ ഇന്നത്തെ ഈ സമരപരിപാടി ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തിട്ടുള്ള പാർട്ടിയുടെ സമാദരണീയനായിട്ടുള്ള മണ്ഡലം അധ്യക്ഷൻ, അതുപോലെ തന്നെ ഈ സമരപരിപാടി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയിട്ടുള്ള യുവമോർച്ചയുടെ മണ്ഡലം സമിതി, മറ്റ് സഹപ്രവർത്തകരെ, നല്ലവരായ നാട്ടുകാരെ, നമ്മുടെ ഈ സമരത്തിൻ്റെ ഈ പ്രക്ഷോഭ പരിപാടിയുടെ ഈ സൂചനാ സമരത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഇവിടെ പ്രിയപ്പെട്ട നമ്മുടെ മണ്ഡലം അധ്യക്ഷൻ സൂചിപ്പിക്കുകയുണ്ടായി. നമുക്കറിയാം, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് സരസ്വതി ക്ഷേത്രങ്ങളാണ്. ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ പഠിച്ചിറങ്ങുന്ന ഓരോ വ്യക്തിയും ആ സമൂഹത്തിന്, ആ രാജ്യത്തിന് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഉത്തമ പുരുഷന്മാരായി, ഉത്തമ പൗരന്മാരായി വരുന്ന ആൾക്കാരാണ്. ആ തരത്തിൽ അവരെ ചിട്ടപ്പെടുത്തിയെടുക്കേണ്ട ആ സ്ഥാപനങ്ങൾ, ആ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നവർ എന്നും സമൂഹത്തിന് നല്ല മാതൃകകളായി, നല്ല ഉദാഹരണങ്ങളായിട്ടാണ് നമ്മൾ കണ്ടുവരാറുള്ളത്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തെയും അഭ്യാസം നൽകുന്ന അധ്യാപകരെയും നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കാലങ്ങളായിട്ടുള്ള സംസ്കാരമനുസരിച്ച് വളരെ ബഹുമാനത്തോടു കൂടിയാണ് കണ്ടുകൊണ്ടിരുന്നത്. നോക്കൂ, നമ്മുടെ ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഒരു സ്കൂളിലെ 10ാം ക്ലാസ് വരെയുള്ള നമ്മുടെ ഈ സംവിധാനം അനുസരിച്ച് പറയുകയാണെങ്കിൽ സെക്കൻഡറി തലത്തിൻ്റെ ഒരു ഘട്ടം മാത്രമേ ആയിട്ടുള്ളൂ. ആ
ആ ഘട്ടത്തിൽ ഒരു സ്കൂളിലെ പരിപാടിയുടെ ഒരു സമാപനത്തിൻ്റെ ഭാഗമായി എന്തോ ചില കശപിശകൾ ഉണ്ടാകുന്നു. അതുമായി ബന്ധപ്പെട്ട് ആ ഭാഗത്തെ കുട്ടികളുടെ ഇടയിൽ താമരശ്ശേരി ഷഹബാസ് വധക്കേസിലെ കുറ്റാരോപിതരായ 2 പേർ അഡ്മിഷൻ നേടിയ ഈങ്ങാപ്പുഴ MGM HSSലേക്ക് യുവമോർച്ചയുടെ പ്രതിഷേധ മാർച്ചാണ് കണ്ടത്.